ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കണ്ണൻസ് യാത്ര. ഇന്നത്തെ യാത്ര കർണാടകയിലെ കവലെ ദുർഗ ഫോർട്ടിലേക്കുള്ളതാണ്. ആഗുംബയിൽ നിന്ന് 50 കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ കവലെ ദുർഗ ഫോർട്ടിലെ പാർക്കിംഗ് കേന്ദ്രത്തിലെത്തി. ഇനി അങ്ങോട്ട് ട്രക്കിംഗ് പാതയാണ്. 1.5-2 കിലോമീറ്റർ ട്രക്കിംഗ് പാത പിന്നിട്ടാൽ കോട്ടയുടെ ഏറ്റവും അന്തിമ സ്ഥലമായ ഇടിഞ്ഞു പൊളിഞ്ഞ കൊട്ടാര അവശിഷ്ടങ്ങൾ കൂടി കണ്ട് മടങ്ങാം. മൂടിക്കെട്ടിയ അന്തരീക്ഷത്തോടെ നിൽക്കുന്ന ഗ്രാമപാതയിലൂടെ പ്രകൃതി ഒരുക്കിയ ദൃശ്യ മനോഹാരിതയിലൂടെ ഞങ്ങൾ നടത്തമാരംഭിച്ചു. തെളിനീർ ഉറവകളും കൃഷിക്കായി ഒരുങ്ങുന്ന വയലുകളും ഞങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു കവലെ ദുർഗ ഫോർട്ടിലേക്കുള്ള വഴി കാണിച്ചു തന്നു. വയലുകൾ പിന്നിട്ടപ്പോൾ കരിങ്കല്ലുകൾ പാകിയ കാട്ടുപാത മുന്നിലേക്ക് നീണ്ടുകിടന്നു. ഒരു കാലത്ത് കുതിരപ്പട്ടാളം സഞ്ചരിച്ച വഴികളിലൂടെ മഴയുടെ താളത്തിനൊപ്പമുള്ള ഞങ്ങളുടെ നടത്തത്തിനും ഒരു നൃത്ത ഭംഗിയുണ്ടായിരുന്നു. ട്രക്കിംഗ് പാത ചെറിയൊരു കയറ്റത്തിലേക്കാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മഴയുടെ കാരുണ്യ പ്രവാഹങ്ങളായ തെളിനീർ ഉറവകളുടെ ശൃംഖലകൾ തീർത്ത ട്രക്കിംഗ് പാതയിലൂടെ ചാറ്റൽ മഴയുടെ തണുപ്പിനെ ആവാഹിച്ചുകൊണ്ട് മഴക്കോട്ടുകൾ ധരിച്ചുകൊണ്ടുള്ള ഈ നടത്തം പ്രകൃതി ഒരുക്കുന്ന അഭൗമ സൗന്ദര്യത്തിലേക്കുള്ള യാത്രയാണ്. ഓർമ്മച്ചെപ്പിനുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചു വെക്കേണ്ട യാത്രയാണ്. അതാ ഒരു രാക്ഷസ കോട്ട പോലെ കവലെ ദുർഗ ഫോർട്ട് കൺമുന്നിൽ തെളിഞ്ഞു വരുന്നു. കരിങ്കല്ലിൽ തീർത്ത കോട്ടയുടെ പ്രവേശന കവാടവും ഇടിഞ്ഞു വീണ മതിലുകളും കോട്ട കൊത്തളങ്ങളും മുന്നിൽ തെളിയുമ്പോൾ നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ നായിക്ക രാജവംശത്തിന്റെ ചരിത്ര വഴികൾ ഞങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുകയായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിന്റെ മേൽനോട്ടത്തിൽ രാജ്യം ഭരിച്ചിരുന്ന നായിക്ക രാജവംശം ബാക്കിവെച്ചുപോയ ചരിത്ര ശേഷിപ്പുകൾ നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു.
കവലെ ദുർഗ ഫോർട്ട് കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളിൽ കൊടും കാട്ടിനുള്ളിൽ മലകൾക്ക് മീതെ പണിത ഈ കോട്ട വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ കെലടി നായ്ക്കന്മാർ സ്വന്തമാക്കുകയായിരുന്നു. 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്ന ശിവപ്പ നായിക്കാണ് ഇന്നത്തെ നിലയിലുള്ള കോട്ടയുടെ പണി പൂർത്തിയാക്കിയത്. പ്രധാന കോട്ടയും കവാടവും കഴിഞ്ഞാൽ 2 വൻ കവാടങ്ങളും കോട്ടയും കഴിഞ്ഞാണ് 4ാമത്തെ കോട്ടയും കവാടവും പണിതിരിക്കുന്നത്. അതിനുള്ളിലാണ് സൈനിക താവളങ്ങളും ക്ഷേത്രങ്ങളും രാജകൊട്ടാരവും പണിതിരിക്കുന്നത്. നൂറ്റാണ്ടിൽ 1763 മൈസൂർ സുൽത്താൻ ഹൈദരാലി ഈ കോട്ട കൈക്കലാക്കി സൈനിക താവളമാക്കി. ഹൈദരാലിക്ക് ശേഷം ടിപ്പു സുൽത്താനും കോട്ടയുടെ അധിപനായി. ടിപ്പുവിന്റെ കാലശേഷം കോട്ട സ്വന്തമാക്കിയ ബ്രിട്ടീഷുകാരുടെ കീഴിൽ രാജ്യം ഭരിച്ചിരുന്ന കാലത്താണ് നായിക്ക രാജവംശം ശക്തി ക്ഷയിച്ച് നാമാവശേഷമായത്. കോട്ടയ്ക്കുള്ളിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്ന് കവലെ ദുർഗാദേവിയുടെ ക്ഷേത്രമാണ്. ഉയർന്ന ഒരു പാറയുടെ മുകളിൽ സ്ഥാപിച്ച ശിവക്ഷേത്രവും ഇവിടത്തെ ആകർഷണങ്ങളിൽ ഒന്നാണ്. ദക്ഷിണേന്ത്യൻ കോട്ട നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ച ഈ കോട്ട ശക്തമായ ഒരു പ്രതിരോധ കേന്ദ്രമായാണ് ഉപയോഗിക്കപ്പെട്ടത്. ഒമ്പതാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഒരു പ്രതിരോധ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതായും 14-ാം നൂറ്റാണ്ടിൽ വെളകുട്ടി രാജാക്കന്മാർ അത് പുനർനിർമ്മിച്ചു എന്നതിനുമുള്ള ചരിത്ര രേഖകളും ഉള്ളതായി പറയപ്പെടുന്നുണ്ട്. ഇതാണ് കൊട്ടാരത്തിന്റെ പ്രധാന കവാടം. വളരെ മനോഹരവും വിശാലവുമായ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നതിൻ്റെ ശേഷിപ്പുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തറയിൽ കരിങ്കല്ലുകൾ പാകിയും കരിങ്കൽ തൂണുകളിൽ മേൽക്കൂര നിർമ്മിച്ചതിൻ്റെയും മൺഭിത്തിയുടെയും അവശിഷ്ടങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഒരുപക്ഷെ ഈ കൊട്ടാരത്തിൻ്റെ മേൽക്കൂര സുർക്ക പോലുള്ള കൂട്ടുകൾ കൊണ്ടോ മരം കൊണ്ടോ നിർമ്മിച്ചതാകാനാണ് സാധ്യത. 4 കെട്ട് രൂപത്തിലുള്ള നിർമ്മിതികളും ജലം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങളും ദർബാറും അന്തഃപുരങ്ങളും അടുക്കളയും ടോയ്ലറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളും അവശിഷ്ടങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്ത് വലിയൊരു ജലസംഭരണിയും കാണാനുണ്ട്.
ഇതാണ് കൊട്ടാരത്തിലെ അടുപ്പ്. കരിങ്കല്ലിൽ തുരന്നുണ്ടാക്കിയ 2 പ്രധാന അടുപ്പുകളും 3 ഉപ അടുപ്പുകളുമുള്ള 16-ാം നൂറ്റാണ്ടിലെ ഈ അടുപ്പ് നമ്മുടെ പുകയില്ല അടുപ്പിന്റെ പൂർവികനാണ്. മൺമറഞ്ഞുപോയ ഒരു രാജവംശത്തിന്റെയും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു കോട്ടയുടെയും ചരിത്ര വഴികളിലൂടെ സഞ്ചരിച്ച് കവലെ ദുർഗ ഫോർട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി ആഗുംബയിലേക്കുള്ള മടക്കയാത്ര മനോഹരമാക്കാനുള്ള യാത്രാ സംഘത്തിന്റെ ശ്രമത്തിൽ പങ്കാളിയായി ഞാനും അവരോടൊപ്പം ചേർന്നു. ആഗുംബയിലെ മല്യാസ് ഹോട്ടലിൽ നിന്ന് ഉച്ചഭക്ഷണവും കഴിച്ച് 2 ദിവസത്തെ ആഗുംബെ മഴയാത്രയും അവസാനിപ്പിച്ച് ഞങ്ങൾ ചുരമിറങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ.